നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൊല്ലപ്പെട്ട രാജീവ് എഴുതി വെച്ച വിൽപത്ര പ്രകാരം ഈ സ്വത്തിന്റെ എല്ലാം സൈനിങ് അതോറിറ്റി ഞാനായിരുന്നു. ആ അവകാശം ഞാൻ രാഖിക്ക് വിട്ടുകൊടുത്തു. അതിനു പകരം ദിയമോളെ സ്വന്തം മോളായിട്ട് വളർത്താനുള്ള അവകാശം രാഖി എന്റെ പേരിലും വ്യവസ്ഥ എഴുതി തന്നിട്ടുണ്ട്. സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്. അതാ കരുണാകരക്കുറുപ്പിന്റെ മകനല്ലേ, ഒഴിവാക്കാനും പറ്റില്ല. കയറ്റി വിട്ടേക്ക്. ശരി സാർ. എന്താ എന്താ പ്രശ്നം? ആരാ ഈ രാത്രിയില്? ആ ജഗൻ കാണാൻ വന്നിരിക്കുന്നു. ജഗനോ? ഈ അസമയത്ത് അയാൾക്ക് നമ്മളെ കാണേണ്ട കാര്യം എന്താ? ഞാനും കുറുപ്പും സാറും തമ്മിലുള്ള ഡീലിങ്സുകളൊന്നും ഫോണിലൂടെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ അയാൾ നേരിട്ട് വന്നിരിക്കുന്നത്. സാഗറും കുറുപ്പും തമ്മിലല്ലേ ഡീലിങ്സ്? അതിന് ജഗൻ വരേണ്ട കാര്യം എന്താ? കുറുപ്പ് സാറ് പറഞ്ഞയച്ചതായിരിക്കും. എന്തായാലും ജഗനെ കണ്ടാലല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. വന്നിട്ടുണ്ടോ? എന്തിനാ മാരണത്തെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? അവളുടെ മുഖം കണ്ടാലേ പ്രശ്നം. അല്ല, നീ ഇതെവിടേക്കാ? ഞാനിപ്പോ വരാം. ജഗൻ വന്നത് എന്തിനായിരിക്കും? വന്ദനമേ, എന്റെ വന്ദനമേ എവിടെ? എന്റെ പൊന്നു മോള് കരയാതെ. നിനക്ക് അപ്പച്ചിയില്ലേ? കരയാതെ മോളെ. മോക്കിപ്പോ എന്താ വേണ്ടേ? നിനക്ക് എന്ത് വേണമെങ്കിലും അപ്പച്ചിയോട് പറഞ്ഞാ മതി. പറ, മോക്ക് എന്താ വേണ്ടേ? എനിക്ക് വന്ദനമേ മതി. വന്ദന അങ്ങ് മറന്നേക്ക് മോളെ. അവള് നിനക്ക് ആരുമല്ല. അതുപോലെയാണോ ഞാൻ? ഞാൻ നിന്റെ അച്ഛന്റെ സ്വന്തം സഹോദരിയാ, നിന്റെ സ്വന്തം അപ്പച്ചി. എനിക്ക് അപ്പച്ചിയെ വേണ്ട, വന്ദനമേ മതി. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കൊച്ചിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ഇപ്പൊ പോയിക്കോ. അമ്മേ, ഇവള് ഉച്ചത്തിൽ കരഞ്ഞ് ബഹളം വയ്ക്കാതെ നോക്കണം. അതൊക്കെ ഞാൻ ഏറ്റു, നീ ഇപ്പൊ പോ. ശബ്ദിച്ചു പോകരുത്. എന്താ മോളെ, ഇവള് ബഹളം വയ്ക്കാതെ നോക്കണമെന്ന് പറഞ്ഞത്? അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ അതിന് കാരണമുണ്ടെന്ന് കരുതിക്കൂടെ അമ്മയ്ക്ക്? ഹലോ മിസ്റ്റർ ജഗൻ, വെൽക്കം.
ഇങ്ങോട്ടേക്ക് വന്നേ. വന്ദനയുടെ കുട്ടിയെ കാണാനില്ല. കുട്ടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇങ്ങോട്ടല്ലാതെ മറ്റെങ്ങോട്ടാ വന്ദന പോകേണ്ടത്? ഇത് അനാഥാലയൊന്നും അല്ല. ഇവളെ പോലെ ഗതികെട്ട ഒരു തെണ്ടിയുടെ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് പൊറപ്പിക്കാൻ ഇത് അനാഥാലയം അല്ലാന്ന്. ഗതി കെട്ട കുട്ടിയെന്ന് ഉദ്ദേശിച്ചത് ദീമോളെയാണോ? ദീമോള് രാഖിയുടെ ഏട്ടന്റെ മകളാ. അല്ല, ദിയമോളെ അമ്മച്ചി ചമഞ്ഞു കൊണ്ടു നടക്കുന്ന നീ അടി ഗതികെട്ടവള്. ജഗന് ചരിത്രങ്ങളൊന്നും അറിയില്ല. ഇനി ചില സത്യങ്ങൾ ഞാൻ പറയുന്നത് ജഗൻ അറിയാൻ വേണ്ടിയാ. കൊല്ലപ്പെട്ട രാജീവ് എഴുതി വെച്ച വിൽപത്ര പ്രകാരം ഈ സ്വത്തിന്റെ എല്ലാം സൈനിങ് അതോറിറ്റി ഞാനായിരുന്നു. ആ അവകാശം ഞാൻ രാഖിക്ക് വിട്ടുകൊടുത്തു. അതിനു പകരം ദിയമോളെ സ്വന്തം മോളായിട്ട് വളർത്താനുള്ള അവകാശം രാഖി എന്റെ പേരിലും വ്യവസ്ഥ എഴുതി തന്നിട്ടുണ്ട്. ഈ സ്വത്തുക്കളെല്ലാം ഞാൻ രാഖിക്ക് ദാനം കൊടുത്തതാണ്. എന്റെ ഔദാര്യാണ്. ഇനി പറ, ആ ഔദാര്യം കാണിച്ച ഞാനാണോ അതോ അനുഭവിക്കുന്ന രാഖിയാണോ? ആരാണ് ഗതികെട്ടവള്? കുട്ടിയെ വളർത്താനുള്ള എല്ലാ അവകാശവും എന്റെ പേരിലുള്ളപ്പോ കുട്ടിയുടെ അവകാശി ഞാനാണോ അതോ ഇവളാണോ? കൊള്ളാം. ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഈ വന്ദന ഒരു മഹാസംഭവം തന്നെ അല്ലേ സാഗറേ? നിർത്ത്. ദിയമോൾ ഇവിടെ ഉണ്ടെന്നുള്ള ധാരണയിലല്ലേ ഇവൾ ഈ പ്രകടനമൊക്കെ നടത്തുന്നത്? ദിയമോളെ ആരും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ദിയമോൾ ഇവിടെ ഇല്ല. ദിയമോള് ഇവിടെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞതനുസരിച്ച് സാഗർ ദിയമോളെ തട്ടിക്കൊണ്ടു വന്നതാ. അവൾ ഈ വീട്ടിൽ തന്നെയുണ്ട്. അവളെ വിട്ടുതരാൻ എനിക്ക് മനസ്സില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.